നികേഷ് സാർ, തൃശ്ശൂരിലെ 25% ക്രിസ്ത്യൻ വോട്ട് കണ്ടിട്ടാണോ 25 വർഷം മുമ്പ് തൊട്ട് റംസാൻ നോമ്പ് ശ്രീ സുരേഷ് ഗോപി എടുത്തു തുടങ്ങുന്നത്? നമ്മൾ പറയുമ്പോ എന്തെങ്കിലും ഒരു സത്യസന്ധത വേണ്ടേ? തൃശ്ശൂരിലെ 25% ക്രിസ്ത്യൻ വോട്ടുകൾ കണ്ടിട്ടാണോ 25 വർഷം മുമ്പ് ശ്രീ സുരേഷ് ഗോപി മുസ്ലിങ്ങളുടെ റംസാന്റെ നോമ്പ് എടുക്കുന്നത്? അപ്പൊ സുരേഷ് ഗോപിയുടെ നന്മ കാണാതിരിക്കുന്നത് നമ്മുടെ കണ്ണിലെ തിമിരമാണ്. നമ്മുടെ കണ്ണിലെ കപട മതേതരത്വത്തിന്റെ തിമിരം കൊണ്ടാണ് സുരേഷ് ഗോപിയുടെ നന്മ കാണാതിരിക്കുന്നത്. അങ്ങ് ആലോചിച്ച് നോക്കൂ, ഈ ഇസ്ലാമോഫോബ് കൂടി നിൽക്കുന്ന പലരും തുപ്പൽ ജിഹാദ് ഉണ്ടെന്ന് പറയുന്ന കാലഘട്ടത്തിൽ ഞാൻ അള്ളാഹു തരുന്ന കാര്യം വടിച്ചു കുടിക്കുന്നവനാണെന്നും എനിക്ക് ബിസ്മി ചൊല്ലാനാണെന്നും പറയുന്നത് ക്രിസ്തംഗികളുടെ വോട്ടിന് വേണ്ടി അല്ലല്ലോ, അല്ലെങ്കിൽ ഗോഡ്സേവാദികളുടെ ഇസ്ലാമോഫോബിയ ഇല്ലാത്ത ആളാണ് സുരേഷ് ഗോപി എന്ന വിശ്വാസം രാഹുൽ ഈശ്വർ ഇപ്പോഴും വെച്ചു പുലർത്തുകയാണോ? അതോ ഒരു ടെലിവിഷൻ ചർച്ചയല്ലേ? ഞാൻ സുരേഷ് ഗോപിയുടെ ഭാഗം പറയാനാണ് ഇരിക്കുന്നത്. ഇരിക്കട്ടെ കുറച്ച് തള്ളുകൾ എന്ന നിലയിലാണോ? അല്ല, എനിക്ക് ഇസ്ലാമോഫോബിയ ഇല്ലാത്ത ഒരാൾക്ക് എങ്ങനെയാണ് BJP ആവാൻ കഴിയുക? രാഹുൽ എന്താ ഈ പറയുന്നത്? 100% എനിക്ക് സുരേഷ് ഗോപിയെ വ്യക്തിപരമായി കൂടി അറിയാവുന്നതുകൊണ്ട് പറയുന്നതാണ്. അദ്ദേഹത്തിന് ഒരു മതത്തോട് വിദ്വേഷമില്ലെന്ന് മാത്രമല്ല, എല്ലാ പാതകളെയും വിശ്വസിക്കുന്ന നല്ല ഭക്തനായ, ചിലപ്പോൾ അമിത ഭക്തനായ, ഒരു അയ്യപ്പ ഭക്തനായ, സർവമത ഭക്തനായ വ്യക്തിയാണ്. ഇനി ഒരു വരി കൂടി ശ്രീ സുരേഷ് ഗോപി പറയാത്തൊരു വരിയാണ്. യഥാർത്ഥത്തിൽ ഒരു ഗാന്ധിയൻ ചെയ്യേണ്ട കാര്യങ്ങളാണ് ശ്രീ സുരേഷ് ഗോപി ചെയ്യുന്നത്. എല്ലാവരോടും പോവുക, എല്ലാവരിലേക്ക് റീച്ച് ഔട്ട് ചെയ്യുക, എല്ലാവരെയും കൂടെ നിർത്താൻ ശ്രമിക്കുക. ഈ പാതയാണ് നമ്മുടെ ഇന്ത്യക്കും കേരളത്തിനും ലോകത്ത് എല്ലായിടത്തും വേണ്ടത്. ആ നന്മയെ കാണാതെ, സുരേഷ് ഗോപി ചെയ്യുന്ന പോസിറ്റീവുകൾ കാണാതെ എല്ലാവരിലേക്കും സാർ ഒറ്റ വരി. ഒന്ന്, ശ്രീ ലീഡർ കെ കരുണാകരനെ കുറിച്ച് ശ്രീ കെ സുരേന്ദ്രൻ അടക്കം പോസിറ്റീവ് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതാണ് രാഷ്ട്രീയം. എല്ലാ മലയാളികളും ആലോചിക്കണം. നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറയുന്ന മുസ്ലിങ്ങൾക്കെതിരെ മുനവെച്ച ആരോപണം വന്നപ്പോ ആ വൃത്തികെട്ട വാക്ക് എന്നോട് പറയരുതെന്ന് പാലാ പിതാവിന്റെ അരമനയുടെ മുമ്പിൽ നിന്ന് പറഞ്ഞ നന്മയുടെ പേരാണ് സുരേഷ് ഗോപി. Debate with MV Nikesh Kumar.